അച്ഛമ്മേ അച്ഛമ്മ ഇവിടെ ഇല്ല പൊന്നാ കാണിച്ച അയ്യോ ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താ പറയാ ഷുട്ടു ഷുട്ടു ആൻഡ് മമ്മ. ഇപ്പോൾ ഒരാളിതാ പുതിയ ചെരുപ്പ് എടുത്തിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇന്ന് കുറച്ച് ടയേർഡാണ്. ഇന്നലെ രാത്രി കിടക്കാൻ നോക്കുമ്പോഴേക്ക് എന്നെ പിരിയഡ്സ്. അപ്പോൾ അതുകൊണ്ട് വലിയ ശേഷിയില്ല ഇന്ന്. ഞാൻ പറ്റുന്നതൊക്കെ ഞാൻ വോയിസ് ഓവർ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഇഡ്ഡലിയാണ്. നമുക്ക് ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇഡ്ഡലി സാമ്പാർ ചട്നിയും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. ചിലപ്പോൾ വെള്ളപ്പൊക്കം പിന്നെ വായിലിടുമോളൂ. അങ്ങനെ ഇതാ നമ്മൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞു. ചുട്ടുപ്പ് കുടിച്ചില്ല. ആൾ കുറച്ച് സാമ്പാറെല്ലാം തൊട്ട് നക്കിയിരിക്കുന്നുണ്ട്. ഇഡ്ഡലി ആകുമ്പോൾ അവളങ്ങനെ കഴിക്കൂല. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ റാഗി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വയറുവേദന ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം പക്ഷെ നല്ല വയറുവേദനയുണ്ട്. തീരെ എനർജി ഇല്ല. ഇവളാണെങ്കിൽ എന്നെ ഒരു മിനിറ്റ് ഇരിക്കാനും വിടുന്നില്ല. കുറച്ചായിട്ട് നോക്കിയിട്ട് ഇനി ഒന്ന് ഹോട്ട് ബാഗൊക്കെ വെച്ച് നോക്കണം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ. കളി അത് വേസ്റ്റിലിട്ടാട്ടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട. അത് വായിലിടേണ്ട സാധനമല്ല. അമ്മയ്ക്കിതാ അമ്മന് പൊന്നാരാ, അമ്മന് തങ്കക്കുറ്റി ആരാ, അമ്മന് ചുട്ടു ബേബി ആരാ, എല്ലാം നാനാ. ഒരു ഐ ലവ് യു തരുമോ? ഒരു ഹാർട്ട് തരുമോ? അവിടുത്തെ ഹാർട്ട് കാണുന്നില്ലല്ലോ. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ഷുട്ടു. പറയില്ല ഐ ലവ് യു, ഐ ലവ് യു മമ്മി. ഇല്ല I love you. I love you, mommy. മിന്നാ മിന്നി പാടിയട്ടെ. ഇത്തിരി പൊന്നെ കണ്ണാൻ തുമ്പി കാഞ്ചനത്തുമ്പി. പറയോ? കാതിൽ കേട്ടത് പാട്ടല്ല. പോലെ പോലെ പോലെ. ഞാനങ്ങനെ നേരെ ഇതാ ചുട്ടുപ്പിക്ക് റാഗി ഉണ്ടാക്കാൻ വേണ്ടി കയറി. പിന്നെ ഇത് മാത്രമേ അവൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ ഇപ്പോൾ. എന്ന് വെച്ചാൽ അവൾ ഇഡ്ഡലി കഴിക്കുന്നില്ല. ഞാൻ നോക്കി, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കഴിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ നേരെ കുറച്ച് ഹോട്ട് ബാഗ് പിടിക്കാൻ വേണ്ടിയിട്ട് പോയി. പീരീഡ്സ് ആയ കാലം കൂട്ടി ഞാൻ സഫർ ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഈ പീരീഡ്സിൻ്റെ ക്രാംസ് എന്ന് പറയുന്നത്. ഭയങ്കര വേദനയായിരിക്കും. ഇപ്പോൾ പിന്നെയും എനിക്ക് സഹിക്കാൻ പറ്റുന്ന ലെവലാണെന്ന് പറയാം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എപ്പോഴും ലീവായിരിക്കും. പിന്നെ ഈ ഹോട്ട് ബാഗ് എന്ന് പറയുന്നത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ കൂടെയുള്ളൊരു സംഭവമാണ്. ഇത് വെച്ചാൽ വലിയ ആശ്വാസമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒപ്പിക്കാം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയിട്ട് എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാമെന്ന് വിചാരിച്ചു. താഴത്തെ റൂമിലുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് എനിക്ക് ഞാൻ കിച്ചൻ്റെ ഭാഗത്തേക്കേ പോയില്ല. കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് നേരെ പോയിട്ട് ഷുട്ടൂന് എന്തെങ്കിലും കൊടുക്കണം. രാവിലെ റാഗി കുടിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കുമോ എന്നുള്ള അറിയില്ല. കാരണം ലേറ്റായിട്ട് റാഗി കുടിച്ചിട്ടുണ്ടായിരുന്നേ. എന്നാലും എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ പോയി ഒന്ന് തപ്പി അപ്പം തന്നെ ഇതാ 2 സിട്രസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് എടുത്തൊന്ന് ജ്യൂസാക്കിയിട്ട് ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വലിയ കാര്യത്തിൽ ഉണ്ടാക്കിയെന്നല്ലാണ്ട് ഇത് അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാ അറിയില്ല, ഇന്ന് ആൾക്ക് മഴയായതുകൊണ്ടാണോ എന്നാന്നറിയില്ല, ജ്യൂസ് ഇപ്പം അങ്ങനെ കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ എടുത്ത് കുടിച്ചു. ഗൈസ്, നിങ്ങൾ കണ്ട കുരുത്തം കെട്ട കുട്ടീനെ കാണട്ടെ, എല്ലാവരും കാണട്ടെ. എല്ലാവരും കാണട്ടെ, കുരുത്തം കെട്ട കുട്ടീനെ കാണട്ടെ. പുതിയ തുടക്കാരിയാണ്, പുതിയ തുടക്കാരിയാണ്. അയ്യേ അയ്യേ
ഫുഡൊന്നും കഴിക്കാണ്ട് തന്നെ ആൾ ഉറങ്ങിപ്പോയി, എന്താ അറിയില്ല. ഇനിയിപ്പോൾ എണീറ്റിച്ച് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു ഉറക്കമൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് എണീക്കുന്നുണ്ടായിരുന്നു അവൾ. ഞാൻ എന്തായാലും ഷുട്ടുപ്പി എണീക്കുമ്പോഴേക്കും പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ കറണ്ടില്ല, നല്ല മഴയുമാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഫോണൊന്ന് കുറച്ച് സമയം ചാർജ് ചെയ്യട്ടെ, കാരണം ഇൻവെർട്ടറും കൂടെ പോയാൽ പിന്നെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ചാർജൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഷുട്ടുപ്പി എണീച്ചിട്ട് കാണാം. ഭയങ്കര മഴയാണ്. ഇതാ ഷുട്ടുപ്പി എണീച്ച്. ഇനി ഷുട്ടുപ്പിക്ക് ചോടുക്കുന്നുണ്ടേ? പിന്നോ അമ്മ മുട്ടയാക്കുന്നുണ്ട്. ഇതാ മുട്ടയാക്കുന്നുണ്ടല്ലോ. നമ്മൾ മുട്ടയാക്കിയിട്ട് ചോറ് തിന്നട്ടെ. അങ്ങനെ ഇതാ ഞാൻ ഷുട്ടുപ്പയ്ക്ക് ചോറെല്ലാം കൊടുത്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് നല്ല മഴയായതുകൊണ്ട് നല്ല ചൂട് പഴംപൊരി തിന്നാനുള്ളൊരു മോഹം. അപ്പോൾ ഇത് അമ്മേൻ്റെ പഴംപൊരി ഉണ്ടാക്കുന്നത്. നമ്മൾ മൈദയിലല്ല പഴംപൊരി ഉണ്ടാക്കുന്നത്, നോർമൽ ആട്ടപ്പൊടിയിലാണ്. അതാകുമ്പോൾ ഷുട്ടൂനും കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ അതിനുള്ള പരിപാടിയിലുള്ളത്. പോയി കേട്ടോ ആട്ടയാകുമ്പോൾ. ഒരു നല്ല മഞ്ഞൾപ്പൊടി ഇട്ടു നേരത്തെ. ഓ കൊടയെടുത്ത് വരുന്നേനെ ഈ ഗാനമേള. ഇല്ല, അത് വരുമ്പോഴേക്ക് മഴ പോകുന്ന തോന്നുന്നു. അതൊക്കെ ആവില്ല. അങ്ങനെ ഇതാ നമ്മളെ പഴംപൊരി എല്ലാം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഇത് ചുടുമ്പോഴേക്കും വന്നാൽ പിന്നെ ഞാൻ പോയി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നല്ല അടിപൊളി സ്ട്രോങ് കട്ടന വെച്ചിട്ടുണ്ടായിരുന്നേ, പാൽ ചായ പിന്നെ ആയിരിക്കും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആസ് യൂഷ്വൽ ഗ്രീൻ ടീ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കോട്ടോ മഴ. നമ്മൾ ചായയും പഴംപൊരിയെല്ലാം കഴിച്ചാലുമ്പോഴേക്കും നല്ല മഴയായി കഴിച്ച് വീണ്ടും. നമുക്ക് കറണ്ടില്ല, രാവിലെ പോയിട്ട് കറണ്ട് വന്നില്ല. നമുക്ക് വരുമായിരിക്കുമല്ലോ ചുറ്റവും. കുട്ടിക്ക് കുളിക്കണം. ഇത് മൊത്തം വെള്ളത്തിൽ കളിച്ച് തുപ്പിയത്. ആരാ കുളി കഴിഞ്ഞേ? ചുറ്റാവ് കുളിയെല്ലാം കഴിഞ്ഞ് ചുണ്ടരിയായാ? അമ്മ സുന്ദരിയായില്ല, അമ്മ കുളിച്ചില്ലല്ലോ. അമ്മ കുളിക്കട്ടെ? താങ്ക് യു. ആണിതാ എൻ്റെ കുളി കഴിഞ്ഞു. ഞാൻ ഷുട്ടുപ്പിനെയും കുളിപ്പിച്ചു. നമുക്ക് ഇപ്പോഴാണ് കറണ്ട് വന്നേ, പക്ഷെ ഭയങ്കര മഴ ഇല്ല, മഴ നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഈവനിങ് ആയപ്പോൾ ചോറ് കഴിച്ചതാണ്. ഷുട്ടു ഇനിയിപ്പം വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ആൾക്ക് ഇന്ന് കുറച്ചായി ഇപ്പോൾ കൊടുത്തിട്ട് കുറച്ച് സ്മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഇഷ്ടമാണ്. ആൾക്ക് ഈ ചീസ് ബട്ടർ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇന്ന് അത് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് വേപ്പിക്കാൻ പറ്റും. പിന്നെയും നല്ല മഴയാണ് കാശ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. കറണ്ട് പിന്നെയും പോകുമെന്തോ. ഞാനിവിടെ ഇതാ ഇത്ര ഒരു മീഡിയം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഒരു മോർ ദാൻ മീഡിയം സൈസുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് കംപ്ലീറ്റ് എടുക്കുമെന്ന് അറിയില്ല. ഞാൻ ഇത് കട്ട് ചെയ്ത് നോക്കിയിട്ട് വേണ്ടത് മാത്രമേ എടുക്കൂ, കാരണം ഷുട്ടൂന് മാത്രമല്ലേ ആവശ്യമുള്ളൂ. ഇത് എൻ്റെ സ്റ്റൈൽ ഓഫ് ഒരു സ്മാഷ്ഡ് പൊട്ടറ്റോ കേട്ടോ. ഇങ്ങനെ തന്നെയാണോ ശരിക്കും ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാനത് കാണിച്ചു തരാമെന്ന് വെച്ചു. കുട്ടികൾക്കൊക്കെ നല്ല സാധനമാണല്ലോ ഈ ഉരുളക്കിഴങ്ങ്. ഇങ്ങനെ സാധാരണ വേപ്പിച്ച് കൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്ത് നോക്കട്ടെ. ഫുള്ള് 2 വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 എടുക്കും, ഇല്ലാന്നാണെങ്കിൽ ഒരു 1.5 പീസൊക്കെ എടുക്കുള്ളൂ. കാരണം വെറുതെ കൂടുതലാക്കിയിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഞാൻ 2 മീഡിയം സൈസ് 1.5 കഷ്ണം പൊട്ടറ്റോസ് എടുത്തിട്ട് നല്ലപോലെ കഴുകി അതിൻ്റെ സ്റ്റാർച്ച് മൊത്തം നമ്മൾ കളയണം. കഴുകുന്നതിന് മുന്നേ ഞാൻ ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്യുന്നതിന് മുന്നേ ഓൾറെഡി കഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ കഴുകിയ അതിൻ്റെ എല്ലാ സംഭവവും നല്ലോണം പോവും. ഞാൻ 2 പൊട്ടറ്റോ എടുത്തിട്ടില്ല, ഞാൻ 1.5 പൊട്ടറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ.
അപ്പോൾ അത് നല്ലപോലെ വേവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. നല്ലപോലെ സ്മാഷ് ആവുന്ന രീതിയിൽ തന്നെ വേവണം. ചെറിയ രീതിയിലാവുമ്പോൾ അത് കുറച്ചൊരു കടിക്കാൻ കിട്ടുന്ന പോലെ ഉണ്ടാവും. നല്ലപോലെ സ്മാഷ് ആവണം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഇവിടുന്ന് വേവട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഞാൻ പൊട്ടറ്റോ എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ഇഡ്ഡലീൻ്റെ കൂട്ട് ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ചൊരു ഉഴുന്തോശ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മാവ് എടുത്ത് പുറത്ത് വെക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ആക്കുള്ളൂ, ഇത്രയല്ലേ ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ അതും എടുത്ത് ഒന്ന് പുറത്ത് വെച്ച് തണുക്കട്ടെ. സെറ്റായിട്ട് നമുക്ക് തണുപ്പ് പോട്ടെ, തണുക്കട്ടെ എന്നാണ് പറയുന്നത്. സെറ്റാക്കാം. യെസ്, നമ്മുടെ മാവ് അതൊന്ന് തണുപ്പ് പോയിട്ട് നമുക്ക് ദോശ ചൂടാം. അതുവരെ നമുക്ക് ചുട്ടുപ്പിൻ്റെ കൂടെ കളിക്കാം. നമ്മളെ പൊട്ടറ്റോസ് എല്ലാം ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫോർക്ക് വെച്ചിട്ട് തന്നെ നല്ലോണം അടിച്ചെടുക്കുക ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് സോസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോസിന് വേണ്ടിയിട്ട് ഞാനിതാ സെയിം പാൻ തന്നെ വെക്കുന്നുണ്ട്. ഞാൻ പൊട്ടറ്റോസ് എല്ലാം വേറൊരു ഇതിലേക്ക് മാറ്റി. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ച് മതി, പാലധികം ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ പാലെടുത്തിട്ടുണ്ട് കുറച്ച്. ഇത് മിൽമ പാലാണ്, നാടൻ പാൽ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ സൊസൈറ്റി പാലാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ കുറച്ച് ബട്ടർ കുറച്ച് നല്ലപോലെ ഇട്ടിട്ട് നല്ലതായിട്ട് മെൽട്ടായിട്ട് വരണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ട വേറൊരു സാധനമാണ് ചീസ്. നമ്മുടെ മാക്ക് ആൻഡ് ചീസിൻ്റെ സോസ് ഉണ്ടാക്കുമല്ലോ, ആ ഒരു സെയിം കൈൻഡ് ഓഫ് സോസ് തന്നെ ഉണ്ടാക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് കുറച്ചും കൂടെ ഫ്ലേവറായിട്ട് അവർക്ക് കഴിക്കാൻ. ഞാനങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന അതായിരിക്കും. അങ്ങനത്തെ സംഭവം ചുട്ടുവിന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ചീസും ബട്ടറും പാലിലേക്ക് മെൽട്ടായിട്ട് വരണം. പിന്നെ നമ്മൾ അതിൽ ആവശ്യത്തിന് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പൊടിച്ച കുരുമുളക്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സായി അതൊന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ സോസ് ഒന്ന് കുറുകി റെഡിയായി വരുമ്പോഴേക്കും ഞാൻ നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് തന്നെ പൊട്ടറ്റോസ് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉടച്ചു കളയും ഞാൻ, കാരണം അങ്ങനെ തരി കുറച്ച് കടിക്കാൻ കിട്ടുമ്പോൾ ആളത്ര സുഖമായിട്ട് കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ നല്ലപോലെ തന്നെ ഉടയ്ക്കും. ഞാൻ സ്മാഷർ വെച്ചിട്ട് ഉടക്കാറുണ്ട്, പക്ഷേ ഇന്ന് നല്ലപോലെ വെന്തുകൊണ്ട് ഞാൻ പിന്നെ ഇത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മുടെ സോസിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ പാലും ചീസും ഒക്കെ കൂടി നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാൻ പോവാം. നല്ലപോലെ സ്മാഷ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇതിലും കൂടുതൽ സ്മാഷ് ആക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ കുട്ടി ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യം തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരിയും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സാധനം ഓൾമോസ്റ്റ് റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് ഗാർലിക് ബട്ടർ പാനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അവൾക്ക് പ്ലെയിനായിട്ടാണ് കൊടുക്കുന്നത്, അവൾ പ്ലെയിനായിട്ട് കഴിച്ചോളൂ ഇഷ്ടം അവൾക്ക്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. ഇതിലും കുറച്ചും കൂടെ ലൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം, കട്ടിയാക്കിയിട്ട് എടുക്കാം. ഞാൻ ഇത് ഇങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഇത് തണിയുമ്പോഴേക്കും ഇനിയിപ്പം കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനിതാ നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടുപ്പിക്ക് കൊടുക്കാം.
ഷുട്ടൂന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ എന്നാൽ നേരെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആൾക്കാടെ ഓളൊറ്റക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മ ഇത് ഇഡ്ഡലിക്ക് വേണ്ടി അരച്ച മാവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തു. ഞാൻ രാത്രി ഉണ്ടാക്കുമ്പോൾ ദോശ ഞാൻ കുറച്ചും കൂടെ തട്ട് ദോശ സ്റ്റൈലിൽ കുറച്ച് കട്ടിയിലാണ് ചുടാറുള്ളത്. രാവിലെ ആകുമ്പം അമ്മ നല്ല നെയ്യൊക്കെ ഒഴിച്ച് സാധാരണ നമ്മൾ നെയ് റോസ്റ്റ് പോലെ നേരിയതാക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇന്ന് സാമ്പാറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു തട്ട് ദോശ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷുട്ടൂന് കൊടുക്കാൻ നിന്നുകൊണ്ട് അമ്മ നേരെ വന്നത് ആ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. നമുക്ക് രാവിലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ദോശയൊക്കെ റെഡിയായി. ഷുട്ടു അതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഡിന്നർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടാവില്ല, ഫ്രീ ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിന്നർ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ വൈകുന്നേരത്തെ ഒരു പഴംപൊരി എടുത്തു തന്നതാണ്. ബാക്കി ഒരു 2 അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. കിട്ടും അച്ചാച്ചനൊക്കെ പോയിട്ട് എന്തെല്ലോ കുറ്റക്കൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പരിപാടിയെല്ലാം കഴിയും. അച്ഛൻ ഫുഡ് കഴിച്ചിട്ടില്ല, പിന്നെ കുറച്ച് സമയം ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഫോണെല്ലാം നോക്കട്ടെ. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഒരു കളിക്കാൻ പോകുന്ന സമയം കൊണ്ട് അവൾ വലിച്ചു വാരി ഇടുന്ന എല്ലാം ഞാൻ എടുത്തു വെക്കും, ആൾ പിന്നെയും വലിച്ചിടും, ഞാൻ എടുത്തു വെക്കും, ആൾ പിന്നെയും വലിച്ചിടും. എന്നാൽ അവൾ അതിനെ കൊണ്ടെല്ലാം കളിക്കുമോ അതുമില്ല. ഒരു സാധനം സ്ഥിരമായിട്ട് എടുത്ത് കളിക്കുന്ന ഒരാളേ അല്ല. ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സഞ്ചിയും പാട്ടയൊക്കെ കിട്ടിയാൽ മതി. ഇതിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെ എടുത്ത് ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവളുടെ കൂടെ ഗുസ്തി പിടിക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത നമ്മളുടെ ഡെയിലി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.